നമുക്കിന്ന് ബോട്ടണി സെറ്റ് എക്സാമിൻ്റെ PYQ നോക്കാം. ഇവിടെ ആദ്യത്തെ ചോദ്യം, എ പെപ്റ്റൈഡ് വിത്ത് ദ പ്രൈമറി സ്ട്രക്ചർ ലൈസിൻ, ആർജിനിൻ, പ്രോലൈൻ, ല്യൂസിൻ, ഐസോല്യൂസിൻ, aspartic acid, glycine, alanine is sequenced by the Edman procedure. If each Edman cycle is 96% efficient, what percentage of the amino acids liberated in the fourth cycle will be leucine? Do the calculation a second time, but assume 99% efficiency for each cycle. ചോദ്യം ലെങ്തിയാണ്, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ഇതിലെ ആൻസർ ഏതായിരിക്കും? നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നതെന്ന് ആദ്യം നോക്കാം അല്ലേ. എഡ്മാൻ ഡീഗ്രഡേഷൻ വഴി പെപ്റ്റൈഡ് സീക്വൻസ് ചെയ്യുമ്പോൾ ഓരോ സൈക്കിളിലും മുമ്പിലുള്ള അമിനോ ആസിഡുകൾ ഓരോന്നായി നീക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന പെപ്റ്റൈഡിൽ അമിനോ ആസിഡുകളുടെ സ്ഥാനം എങ്ങനെയാണ് വരുന്നത്? ലൈസിൻ ഒന്നാമത്തെ, ആർജിനിൻ രണ്ടാമത്തെ, പ്രോലൈൻ മൂന്ന്, അങ്ങനെയാണ് പോകുന്നത് അല്ലേ. ഇനി നാലാമത്തെ സൈക്കിളിൽ ല്യൂസിൻ, നാലാമത്തെ സൈക്കിളാണ് ല്യൂസിൻ. അപ്പോൾ നാലാമത്തെ സൈക്കിളിൽ ല്യൂസിൻ കൃത്യമായി പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 സൈക്കിളുകളും 100% വിജയകരമായിട്ട് നടന്നിരിക്കണം. അപ്പോൾ ഒരു ഒന്നാമത്തെ കേസ് നമുക്ക് എങ്ങനെ പറയാം? കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസി എക്സ് ഈക്വൽ ടു 96% ആണ് അല്ലെ, 96% ആണ് വരുന്നത്. അപ്പോൾ നാലാമത്തെ സൈക്കിളിൽ കറക്റ്റായി ല്യൂസിൻ ലിബറേറ്റ് ചെയ്യാനുള്ള സാധ്യത എഡ്മാൻ പ്രൊസീജിയറിൻ്റെ yീൽഡ് സമവാക്യം വഴി നമുക്ക് കണ്ടെത്താം. അതായത് പെർസെൻറ്റേജ് ഓഫ് ല്യൂസിൻ x⁻n ആണ്. x⁻n ഇവിടെ n എന്നത് അമിനോ ആസിഡിൻ്റെ പൊസിഷനാണ്. അതായത് അമിനോ ആസിഡിൻ്റെ ഇവിടെ പൊസിഷൻ ല്യൂസിൻ ഏതാ നമ്മൾ പറഞ്ഞത് 4 ആണ് അല്ലേ. അപ്പോൾ n എന്നത് അമിനോ ആസിഡിൻ്റെ പൊസിഷൻ, n ഈക്വൽ ടു 4 ആണ്. പെർസെൻറ്റേജ് കാണാൻ അപ്പോൾ എന്താ 96% എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 0.96 × 4 എന്നാണ് വരുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എന്ത് വരും? 84 ആണ് വരുന്നത്. 84% നമുക്ക് കിട്ടി, 84. ഇനി കേസ് 2 നമ്മൾ പറയുകയാണെങ്കിൽ എഫിഷ്യൻസി ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ 99% ആണ് കേസ് 2 പറയുന്നത്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കാണാൻ, പെർസെൻറ്റേജ് കാണാൻ എങ്ങനെ പറയാം? x⁻n അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ x⁻n ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ 99% കാണാൻ എന്താണ്? 0.99 × 4. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 98% ആണ് വരുന്നത്. അപ്പോൾ എഡ്മാൻ ഡീഗ്രഡേഷനിൽ ലാഗ് ഓർ പ്രിവ്യൂ ഇഫക്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ കൃത്യമായ അഡ്വാൻസ്ഡ് ഫോർമുല അനുസരിച്ച് ചെയ്യുമ്പോൾ ഇത് യഥാക്രമം അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 84%ഉം 98%ഉം ആയിരിക്കും. അപ്പോൾ ഓപ്ഷനുകളോട് നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? 84% ഓർ 98% ആണ് ഇവിടെ ഓപ്ഷനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബാക്ടീരിയോ റോഡോപ്സിൻ ആക്ട് ആസ് എ ലൈറ്റ് ആക്ടിവേറ്റ് പ്രോട്ടോൺ പമ്പ് ദാറ്റ് പ്രൊവൈഡ്സ് എനർജി ഫോർ ഓൾ സെൽ functions. X-ray analysis of this protein reveals that it consists of 7 parallel alpha helical segments, each of which traverses the bacterial cell membrane. തിക്നെസ് തന്നിട്ടുണ്ട് 45. ഇനി ഇവിടെ എന്താ കാണേണ്ടത്? കാൽക്കുലേറ്റ് ദ മിനിമം നമ്പർ ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് നെസസറി ഫോർ 1 സെഗ്മെൻറ്റ് ഓഫ് ആൽഫ ഹെലിക്സ് ടു ട്രാവേഴ്സ് എ മെംബ്രെയിൻ കംപ്ലീറ്റ്ലി. അത് ഇതൊത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇത് നമുക്ക് എങ്ങനെ പറയുന്നത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ ആദ്യം നമ്മൾ നോക്കുക. തിക്നെസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് തന്നിരിക്കുന്നത്? 45 ആണ് തിക്നെസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. 45 ആങ്സ്ട്രം ആണ് തിക്നെസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ തന്നിട്ടുള്ളത്. ഇനി ആൽഫ ഹെലിക്സിൻ്റെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുമ്പോൾ ആൽഫ ഹെലിക്സ് കോൺസ്റ്റൻസ്, ഒരു സ്റ്റാൻഡേർഡ് ആൽഫ ഹെലിക്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പൂർണ്ണ തിരിവിൽ അതായത് 1 കംപ്ലീറ്റ് ടേൺ ഓർ പിച്ചിൽ 3.6 അമിനോ ആസിഡുകളുടെ റെസിഡ്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു പൂർണ്ണ തിരിവിലിൻ്റെ നീളം എന്ന് പറയുന്നത് 5.4 ആങ്സ്ട്രം ആയിരിക്കും. അതുകൊണ്ട് ഒരു അമിനോ ആസിഡ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന നീളം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 5.4/3.6 ആണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 ആങ്സ്ട്രം ആയിരിക്കും. 1.5 ആങ്സ്ട്രം ആയിരിക്കും. അപ്പോൾ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ കോശസ്തരത്തിൻ്റെ ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് മാറുമ്പോൾ അവിടെ പറയുന്നതോ 1 സെഗ്മെൻറ്റ് ടു ട്രാവേഴ്സ് മെംബ്രെയിൻ കംപ്ലീറ്റ്ലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് പൂർണ്ണമായി കടന്നു പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? ആകെ കനത്തെ ഒരു അമിനോ ആസിഡിൻ്റെ നീളം കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലാവുണ്ടോ പറയണത്? തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ ബൈ ട്രാൻസ്ലേഷൻ പെർ റെസിഡ്യൂ
മിനിമം നമ്പർ ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ ബൈ ട്രാൻസ്ലേഷൻ പെർ റെസിഡ്യൂ ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് റെസിഡ്യൂസ് കാണാൻ എന്താ, ഇവിടെ 45 ആങ്സ്ട്രം തന്നിട്ടുണ്ടല്ലോ, 45 ആങ്സ്ട്രം ബൈ 1.5 ആങ്സ്ട്രം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 30 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഇവിടെ 30 തന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 30 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് വരിക. ചെയ്യേണ്ടത് എന്താണ്? തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ ബൈ ട്രാൻസ്ലേഷൻ പെർ റെസിഡ്യൂ ആണ് കാണേണ്ടത്. 45 ആങ്സ്ട്രം തന്നിരിക്കുന്നത് ബൈ ട്രാൻസ്ലേഷൻ പെർ റെസിഡ്യൂ നമുക്ക് കിട്ടി 1.5 ആങ്സ്ട്രം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോട്ടീൻ്റെ ആൽഫ ഹെലിക്സ് ഘടനയിൽ ഓരോ അമിനോ ആസിഡും മുകളിലേക്ക് പോകുമ്പോൾ ഏകദേശം 1.5 ആങ്സ്ട്രം ദൂരമാണ് വരുന്നത്, ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഇവിടെ ബാക്ടീരിയൽ മെംബ്രെയിൻ്റെ ആകെ കനം 45 ആങ്സ്ട്രം ആണെന്ന് തന്നിട്ടുണ്ട്. ഈ മെംബ്രെയിനെ പൂർണ്ണമായും മറികടന്ന് ഒരു ആൽഫ ഹെലിക്സ് സെഗ്മെൻറ്റിന് കടന്നു പോകണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് എത്ര അമിനോ ആസിഡുകൾ വേണമെന്നാണ് പറയുന്നത്? എത്ര അമിനോ ആസിഡുകൾ വേണമെന്നാണ് കാണാൻ 45നെ 1.5 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. അതായത് 45 ബൈ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വരുന്നത്. 30 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഒരു സെഗ്മെൻറ്റിന് കോശസ്തരം കടന്നു പോകാൻ കുറഞ്ഞത് എത്ര അമിനോ ആസിഡിൻ്റെ അവശിഷ്ടം ആവശ്യമാണ്, അല്ലെങ്കിൽ എത്ര അമിനോ ആസിഡിൻ്റെ റെസിഡ്യൂ ആവശ്യമാണ്? 30. അപ്പോൾ ശരിയായ ഓപ്ഷൻ ഏതാ വരുന്നത്? ബി ആണ്. അടുത്ത ചോദ്യം, mixtures of amino acids can be analyzed by separating the mixture through ion exchange chromatography. Amino acids placed on a cation exchange resin containing sulfonate groups. Find out for each pair of amino acids listed below which will be sequentially eluted first from the cation exchange column by a pH 7.0 buffer. ഇതൊക്കെ ബയോകെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ അറിയണം. കാറ്റയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കാറ്റയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫിയിൽ ഉപയോഗിക്കുന്ന റെസിൻ നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. അതിനാൽ പോസിറ്റീവ് ചാർജുള്ള അതായത് കാറ്റയോൺസ് അമിനോ ആസിഡുകൾ റെസിനുമായി ശക്തമായിട്ട് എന്ത് ചെയ്യും? സ്റ്റിക്ക് ചെയ്യും, ഒട്ടിപ്പിടിക്കും. ഇനി എല്യൂഷൻ്റെ ഒരു ഓർഡർ പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. pH 7.0 ബഫറാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ച് കഴുകുമ്പോൾ, അതായത് എല്യൂഷൻ നടത്തുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള അമിനോ ആസിഡുകൾ റെസിനുമായി ആകർഷിക്കപ്പെടാത്തതിനാൽ അവ ആദ്യം പുറത്ത് വരുന്നുണ്ട്, എല്യൂട്ടഡ് ഫസ്റ്റ്. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ളവ റെസിനിൽ തന്നെ കൂടുതൽ നേരം തങ്ങി നിൽക്കും, അവസാനം മാത്രമാണ് പുറത്ത് വരുള്ളൂ. ഇനി ഐസോഇലക്ട്രിക് പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അമിനോ ആസിഡുകളുടെ PI മൂല്യം, അതായത് ഐസോഇലക്ട്രിക് വാല്യൂ നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന pH 7.0 ആണ്. അതിനേക്കാൾ കുറവാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഐസോഇലക്ട്രിക് വാല്യൂ 7.0നേക്കാൾ കൂടുതലാണെങ്കിലോ അതിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇപ്പം നെഗറ്റീവ് ചാർജ് ഉള്ളവ, അതായത് ആദ്യം പുറത്ത് വരുന്നവ എന്നർത്ഥം. ആസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, ഇവയ്ക്ക് pH 7ൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ന്യൂട്രലായി ആയത് ഏതൊക്കെയായിരിക്കും? അപ്പോൾ പിന്നീട് പുറത്ത് വരുന്നത് ഗ്ലൈസിൻ ലൂസിനൊക്കെ ആയിരിക്കും. മെത്തിയോണിൻ, ഇവയ്ക്കൊക്കെ pH 7ൽ കാര്യമായ ചാർജ് ഉണ്ടാവാറില്ല. പോസിറ്റീവ് ചാർജുള്ളവ ഏറ്റവും അവസാനം പുറത്ത് വരുന്നവയായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് പോസിറ്റീവ് ചാർജുള്ളവ? ലൈസിൻ, അർജിനിൻ, ഇവ ബേസിക് അമിനോ ആസിഡുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം പോസിറ്റീവ് ചാർജുള്ളവ ഏതൊക്കെയാണെന്ന് അറിയണം, നെഗറ്റീവ് ചാർജുള്ളവ ഏതൊക്കെയാണെന്ന് അറിയണം, ന്യൂട്രലായത് ഏതൊക്കെയാണെന്ന് അറിയണം, ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ ഏതാണ്, ആസിഡിക് ആയത് ഏതാണെന്നൊക്കെ ബേസിക് ആയിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ്സ് അറിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഒരു ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഓരോ ജോഡിയുടെയും വിശകലനം പെയർ ബൈ പെയർ അനാലിസിസ് ചെയ്യുകയാണ്. ഇവിടെ നോക്കി, ഇവിടെ ഓരോ പെയർ കൊടുത്തിട്ടുണ്ട്. ആസ്പാർട്ടിക് ആസിഡ്, ലൈസിൻ. ആസ്പാർട്ടിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ആസിഡിക് ആണ്. അപ്പോൾ pH 7ൽ അപ്പോൾ എന്തായിരിക്കും അതിനുണ്ടാവുക? ആസിഡിക് ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞത്? നെഗറ്റീവ് ചാർജാണ്. ഇനി ലൈസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് ബേസിക് ആണ്. അപ്പോൾ pH 7ൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. മനസ്സിലായോ? ഇത് എന്താണ്? ഇത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഇതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇപ്പോൾ അർജിനിൻ, മെത്തിയോണിൻ്റെ കേസ് ആണെങ്കിൽ മെത്തിയോണിൻ ഹൈഡ്രോഫോബിക് ആണ്. മെത്തിയോണിൻ ഹൈഡ്രോഫോബിക് ആണ്, അതായത് ന്യൂട്രലാണ്. ഇനി അർജിനിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ബേസിക് ആണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഏത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് ചാർജുള്ള അർജിനിൻ റെസിൻ ഒട്ടിപ്പിടിക്കുന്നതിനാൽ മെത്തിയോണിൻ ആദ്യം പുറത്ത് വരും. ഇനി ഗ്ലൂട്ടാമിക് ആസിഡും വാലിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ആസിഡിക് ആണ്. ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്നത് ആസിഡിക് ആണ്, നെഗറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ. നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഗ്ലൂട്ടാമിക് ആസിഡിന് വരുന്നത്. വാലിൻ എങ്ങനെയായിരിക്കും വരുന്നത്? അമിനോ ആസിഡ് ന്യൂട്രലാണ്. വാലിൻ എന്ന് പറയുന്നത് ന്യൂട്രലാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഗ്ലൈസിനോ? ഗ്ലൈസിൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ന്യൂട്രൽ അമിനോ ആസിഡാണ് കേട്ടോ. ഗ്ലൈസിൻ വളരെ സിമ്പിളായിട്ടുള്ള ന്യൂട്രൽ അമിനോ ആസിഡാണ്. ലൂസിൻ വലിയ ഹൈഡ്രോഫോബിക് സൈഡ് ചെയിൻ ഉള്ള ന്യൂട്രൽ അമിനോ ആസിഡാണ്. മനസ്സിലാവുണ്ടോ പറയണത്?
ഇനി അപ്പോൾ രണ്ടുപേർക്കും ഒരേപോലെ ചാർജ് ഇല്ലെങ്കിലും ലൂസിൻ്റെ വലിയ ഹൈഡ്രോഫോബിക് ഘടന കാരണം അത് റെസിനുമായി നേരിയ നോൺ സ്പെസിഫിക് ഹൈഡ്രോഫോബിക് ബോണ്ടിങ് ഉണ്ടാക്കും. അതിനാൽ എന്താണ്, വലിപ്പം കുറഞ്ഞ ഗ്ലൈസിൻ ആദ്യം പുറത്തു വരും. അപ്പോൾ നമുക്ക് ഓരോ ജോഡിയിൽ നിന്നും ആദ്യം പുറത്തു വരുന്നവ എന്ന് പറയുന്നത്, ആദ്യം പുറത്തു വരുന്നത് ഏതാണ്, എങ്ങനെയായിരിക്കും വരുന്നത്? ആസ്പാർട്ടിക് ആസിഡ് ആദ്യം വരും, പിന്നെ മെത്തിയോണിനായിരിക്കും വരുന്നത്, പിന്നെ ഗ്ലൂട്ടാമിക് ആസിഡ് വരും, പിന്നെ ഗ്ലൈസിൻ വരും. അപ്പോൾ ഇത് കൃത്യമായി കാണിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ആണ്. ഓക്കെ. ഇനി DNA, അടുത്ത ചോദ്യം. DNA ബെൻഡിങ് അസ്യൂം ദാറ്റ് എ poly A tract 5 base pairs long produces a 20 degree bend in a DNA strand. Calculate the total bend produced in a DNA if the center base pairs of two successive tracts are located 10 base pairs apart. Assume 10 base pairs per turn in the DNA double helix. എല്ലാം നല്ല വിഷമമായിട്ട ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത്ര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ബയോകെമിസ്ട്രി പോലെയുള്ളതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നന്നായി ഡീപ്പായിട്ട് വായിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നെറ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഗിവൺ ഡാറ്റ എന്താ നോക്കുക. ഇവിടെ നോക്കൂ, അസ്യൂം ദാറ്റ് പോളി സിംഗിൾ പോളി എ അല്ലേ, ട്രാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രാക്റ്റ് അല്ല വക്രത അല്ലേ, എത്രയാണ്? 20 ആങ്സ്ട്രോം ആണ് പറയുന്നത്. ഹെലിക്സിൻ്റെ ഒരു പൂർണ്ണ തിരിവിലുള്ള ബേസ് പെയറുകൾ എന്ന് പറഞ്ഞാൽ 10 ബേസ് പെയേഴ്സ് ആണ് നമുക്കറിയാം. ഇനി ഫേസിങ് ഓഫ് ദ ബെൻസ് പറയുകയാണെങ്കിൽ DNA ഹെലിക്സിൻ്റെ ഒരു പൂർണ്ണ തിരിവ് പൂർത്തിയാകാൻ കൃത്യം നമുക്ക് 10 ബേസ് പെയേഴ്സ് ആണ് വേണ്ടത് അല്ലേ, അതായത് 360 ഡിഗ്രി റൊട്ടേഷൻ. ഇവിടെ 2 പോളി ട്രാക്റ്റുകൾ തമ്മിലുള്ള ദൂരവും കൃത്യം 10 ബേസ് പെയേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 2 ട്രാക്റ്റുകളും ഹെലിക്സിൻ്റെ ഒരേ വശത്ത് തന്നെയാണ് വരുന്നത്. ദേ ആർ ഇൻ ഫേസ് നമുക്ക് പറയാം. ഇനി ടോട്ടൽ നെറ്റ് ബെൻഡ് പറയുകയാണെങ്കിൽ 2 ബെൻഡുകളും ഇൻ ഫേസ് ആയതുകൊണ്ട് അവ ഒരേ ദിശയിലേക്ക് തന്നെയായിരിക്കും വളയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ 2 വക്രതകളും പരസ്പരം, അതായത് ബെൻസ് റെയിൻഫോഴ്സ് ഈച്ച് അതർ നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലാവുണ്ടോ? അത് DNA ഹെലിക്സിൽ 10 ബേസ് പെയർ ദൂരം എന്ന് പറഞ്ഞാൽ അത് കൃത്യം ഒരു പൂർണ്ണ തിരിവാണ്, 360 ഡിഗ്രിയാണ്. 2 വളവുകൾ ബെൻഡ് തമ്മിലുള്ള അകലം ഈ ഹെലിക്കൽ പിച്ചിൻ്റെ ഗുണിതങ്ങൾ, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 10 ബേസ് പെയർ ആണെങ്കിൽ അവ ഒരേ ദിശയിലേക്ക് ഒന്നിന് പുറകെ ഒന്നായി വളയുകയും ആകെ വളവ് വർദ്ധിക്കുകയും, ഇൻഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ്. മനസ്സിലായോ? ഇവ 2 ട്രാക്റ്റുകളും ഒരേ ദിശയിലേക്ക് 20 ഡിഗ്രി വീതം വളയുന്നതിനാൽ ആകെ നെറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 20 + 20 കിട്ടുന്നത് 40. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരുപക്ഷെ അവ തമ്മിലുള്ള അകലം 5 ബേസ് പെയർ അഥവാ അരതിരിവ്, ഒരു ഹാഫ് ടേൺ മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവ പരസ്പരം വിപരീത ദിശയിലായിരിക്കും, ഔട്ട് ഓഫ് ഫേസ്. നെറ്റ് ബെൻഡ് 0 ഡിഗ്രി ആയി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശരിയായ ഓപ്ഷൻ ഇവിടെ ഏതാണ് വരുന്നത്? 20 + 20 40 ഡിഗ്രിയാണ് വരുന്നത്. നല്ല വിഷമം പിടിച്ച ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് നല്ലോണം ഡീപ്പായിട്ട് വായിച്ചാലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.